ഈ ഒരു മണി അടപ്പായി ഗ്രോ ചെയ്യാനുള്ള ചാൻസസ് വളരെ ഏറെയാണ്. അപ്പൊ നമുക്കൊരു പെൻഷൻ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് സെക്യൂർ ആവാണ്. അവിടെ നമുക്ക് പെൻഷനിലേക്ക് ഓപ്റ്റ് ഇൻ ചെയ്യാനും ഓപ്റ്റ് ഔട്ട് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് 2 ഫാക്ടേഴ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ആണ്. നമ്മൾക്ക് ഒത്തിരി അധികം ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. നമ്മളൊരു യങ് ഏജിലാണ് നിൽക്കുന്നതെങ്കിൽ പെൻഷൻസ് ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു പെൻഷൻ നമുക്ക് ഈ ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം റിലാക്സ് ആയിട്ട് വീണ്ടും ഓപ്റ്റ് ഇൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ഒരു 45-50 ഏജിലൊക്കെ ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ, വീടൊന്നും മേടിക്കാത്ത ഒരാളാണ് എങ്കിൽ, നിങ്ങൾ പെൻഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നിങ്ങളൊരു മോർഗേജിലേക്കൊക്കെ പോകുമ്പോൾ അത് നമ്മളുടെ റീപേയ്മെന്റ് ഇയേഴ്സ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ സർട്ടൻ എമൗണ്ട് പെൻഷൻ അടയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടയർമെന്റ് ഏജിന് ശേഷവും നമുക്ക് സർട്ടൻ ഇൻകം വരുന്നുണ്ട് എന്നതിന് പ്രൂഫാണ് ഈ ഒരു പെൻഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്.